പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് മൂന്നാമത്തെ വെള്ളിയാണ്. പരിശുദ്ധ അമ്മയുടെ കൂടെയായി ഈശോ ഒന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഒരു വെള്ളി. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ വെള്ളിയാഴ്ച അച്ഛൻ നിങ്ങൾ പ്രത്യേകം പങ്കുവെക്കുന്നത്, മാതാവ് പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, മരിയൻ അപ്പാരിഷൻസ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഓരോ സ്ഥലത്തും പ്രത്യേകം സന്ദേശങ്ങൾ അമ്മ തരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മരിയൻ അപ്പാരിഷൻ. മരിയൻ ദർശനം എന്നത് യേശുവിൻ്റെ അമ്മയായ, നമ്മുടെ അമ്മയായ മറിയത്തിൻ്റെ ദൈവിക പ്രത്യക്ഷീകരണമാണ്. പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥന, മാനസാന്തരം, പശ്ചാത്താപം എന്നിവയ്ക്കായി ആഹ്വാനം ചെയ്യുന്ന ഈ സന്ദേശങ്ങൾ മാതാവ് നമുക്ക് തരുന്നു. ബൈബിൾ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമല്ലെങ്കിലും നാം അവയെ മാതാവിൻ്റെ മാതൃപരിചരണത്തിൻ്റെയും മധ്യസ്ഥയുടെയും അടയാളമായി വ്യാഖ്യാനിക്കുന്നു. ഈ പ്രത്യക്ഷപ്പെടൽ രക്ഷാചരിത്രത്തിലെ മാതാവിൻ്റെ പങ്കിനോട് യോജിക്കുന്നു. മറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള പ്രത്യക്ഷീകരണങ്ങളെ ബൈബിൾ വ്യക്തമായി വിവരിക്കുന്നില്ല. എങ്കിലും അവയെ വെളിപാട് 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ സൂര്യനെ ധരിച്ച സ്ത്രീയുമായി ബന്ധിപ്പിക്കുന്നു. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മക്കളെ മാതൃപരമായി പരിചരിക്കുന്നതിൻ്റെ തുടർച്ചയാണ് മാതാവിൻ്റെ ഈ പങ്കെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. സുവിശേഷ സത്യങ്ങളെ ഊന്നി പറയുന്ന സന്ദേശങ്ങളാണ് സാധാരണയായി പ്രത്യക്ഷീകരണങ്ങൾ നൽകുന്നത്. മാനസാന്തരം, പ്രാർത്ഥന, ദൈവത്തോടുള്ള വിശ്വസ്തത. ഈ സ്വകാര്യ വെളിപാടുകൾ കത്തോലിക്ക സഭ അംഗീകൃത പ്രത്യക്ഷീകരണങ്ങളെ, പ്രത്യേകിച്ച് ലൂർദ്, ഫാത്തിമ പോലുള്ള സ്വകാര്യ വെളിപ്പെടുത്തലുകളായി തരംതിരിക്കുന്നു. ഒപ്പം പറയുമ്പോഴവരെ ആത്മീയ വളർച്ചയ്ക്ക് അവ സഹായകരമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യക്ഷീകരണങ്ങൾ സഭ അനുവദിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മെ അവളുടെ പുത്രനിലേക്ക് അടുപ്പിക്കുന്ന ഒരു മധ്യസ്ഥയും ആത്മീയ അമ്മയും എന്ന നിലയിൽ നമ്മുടെ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. അതെടുത്ത് കാണിക്കുന്നുണ്ട്. കാലത്തിൻ്റെ അടയാളങ്ങൾ, ധാർമ്മിക തകർച്ചയുടെയോ ചരിത്രപരമായ വെല്ലുവിളികളുടെയോ സമയങ്ങളിൽ വിശ്വസ്ത ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ മാർഗമായി ഈ പ്രത്യക്ഷീകരണങ്ങളെ നമുക്ക് കാണാം. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണൻ്റെ ഓർമ്മ നമ്മൾ അനുസ്മരിക്കുകയും, അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ദേശത്ത് പ്രത്യേക മാതാവിൻ്റെ രൂപങ്ങളൊക്കെ നമുക്കുണ്ട്. ഇന്ന് ആ രൂപങ്ങളെല്ലാം മരിയൻ റാലിയിൽ അത് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ആ രൂപങ്ങൾ വഹിക്കുന്ന മക്കളും ആ രൂപങ്ങൾ കാണുന്ന മക്കളും എവിടെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്, അവിടെ എന്തിനു വേണ്ടിയാണ്, എന്ത് സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് പ്രത്യക്ഷപ്പെട്ടത്, ആ ഒരു അനുഗ്രഹം ഇവിടെ വാങ്ങിക്കണം കേട്ടോ. തീർച്ചയായിട്ടും കടന്നു വരണം. മജ്ഗോറിയും ഫാത്തിമയും ഗ്വാദലൂപ്പയും ലൂർദും എല്ലാ രൂപങ്ങളും കാവൽത്തായിൽ അച്ഛൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാം കാവൽത്തായ്ക്ക് വരണം, മറക്കരുത് കേട്ടോ. അച്ഛൻ നിങ്ങൾക്ക് ഈശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.